ഹായ് ഹലോ നമസ്കാരം. ഇന്നൊരു കുട്ടി ഈവനിങ് വ്ളോഗാണ് കേട്ടോ. നമ്മൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ വെക്കേഷനൊക്കെ ആയിട്ടെങ്കിലും പോകുന്നൊന്നും ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ ദേവുട്ടിയുടെ എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് സുഖമില്ലാണ്ടായിട്ട് പിന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ 2-3 ആഴ്ചയോളം റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു. അത് കാരണം വീഡിയോസ് പോലും അങ്ങനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഒന്ന് നോർമലായി, എല്ലാം അങ്ങനെ ബാക്ക് ടു നോർമലായി വരുന്നതേ ഉള്ളൂ. അപ്പം വെക്കേഷനായിട്ടൊന്നും എങ്ങും പോകാത്ത കാരണം ദേവുവിന് ആകെപ്പാടൊരു സങ്കടമായിരുന്നു. അപ്പോൾ നമ്മളൊരു വൈകുന്നേരം ആയപ്പോഴേക്കും ഒന്ന് ചുമ്മാ അവളെയും കൊണ്ട് പാർക്കിലൊക്കെ ഒന്ന് പോയി. നമ്മളുടെ അടുത്ത് ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, നമ്മളുടെ അടുത്തുള്ള പാർക്കാണ്. അപ്പോൾ അവിടെ പോയി നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ദേവുവിനൊരു ഐസ്ക്രീമൊക്കെ വാങ്ങി കൊടുത്തു. അപ്പോൾ ദേവുവിൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് അങ്ങനെ പുറത്തേക്കും അങ്ങനെ ദൂരേക്ക് പോകണം അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും പുള്ളിക്കില്ല കേട്ടോ. അവിടെ അടുത്തുള്ള പാർക്കിൽ പോയി അവിടെ ചെന്ന് കുറച്ച് നേരം കളിക്കുക, ഒരു ഐസ്ക്രീം വാങ്ങി കൊടുക്കുക, പിന്നെ തിരിച്ച് വരുന്ന വഴി അവൾ പറയുന്ന റെസ്റ്റോറൻറ്റിൽ കയറി അവൾ പറയുന്ന ഫുഡ് വാങ്ങി കൊടുക്കുക, വീട്ടിൽ പോവുക. അവൾ ഹാപ്പിയാണ്. അപ്പോൾ നമ്മളങ്ങനെ പാർക്കിലൊക്കെ പോയി കുറച്ച് നേരം ഇരുന്ന് അവൾക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങി കൊടുത്തു. പിന്നെ അവൾ പറഞ്ഞ റെസ്റ്റോറൻറ്റിലൊക്കെ കയറി. അപ്പോൾ നമ്മൾ പാഴ്സൽ വാങ്ങിയിട്ട് പോകാം, വീട്ടിൽ പോയി കഴിക്കാം, അവിടെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ആയിട്ടിരുന്ന് കഴിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പറ്റില്ല. അവൾക്ക് വീട്ടിലിരുന്ന് കഴിച്ചിട്ട് ഹോട്ടലിരുന്ന് കഴിച്ചിട്ട് വീട്ടിൽ പോയാൽ മതി. എന്നാൽ പിന്നെ അങ്ങനെ ആട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ അവിടെ ഇരുന്ന് ഒരു പൊറോട്ടയും ബീഫൊക്കെ ഓർഡർ ചെയ്തു ഞങ്ങൾക്ക്. അപ്പോൾ ദേവു കുറച്ച് നാളായിട്ട് അൽഫാം ഫാനാണ് കേട്ടോ. അപ്പോൾ എവിടെ ചെന്നാലും പുള്ളിക്ക് അൽഫാം, അതാണ് അവളുടെ ഒരു ലേറ്റസ്റ്റ് ഒരു ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പം പുള്ളി ഇങ്ങനെ വെറൈറ്റീസ് ഓഫ് അൽഫാമൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ഓരോരുത്തർ ഇപ്പോൾ നോർമൽ ആദ്യം ട്രൈ ചെയ്തു, പിന്നെ പെരി പെരിയിലേക്ക് കടന്നു. ഇപ്രാവശ്യം ചീസ് അൽഫാമാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവൾ ഓർഡർ ചെയ്തിട്ട് അവളുടെ ഫുഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ആ സമയത്തേക്ക് ഞങ്ങളുടെ ഫുഡ് വന്നു, നമ്മുടെ സ്വന്തം പൊറോട്ടയും ബീഫും ആണല്ലോ. അപ്പോൾ അത് ഉടനെ അങ്ങ് എത്തി. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇങ്ങനെ വിളമ്പി വെച്ചിട്ട് ഇങ്ങനെ അവളെ നോക്കി കൊതി പിടിച്ചൊക്കെ അങ്ങനെ ഇരുന്നപ്പോഴേക്കും അവളുടെ അൽഫാം വന്നു കേട്ടോ. അപ്പം ഇവരിവിടെ അൽഫാമിൻ്റെ കൂടെ കുബൂസിന് പകരം നമ്മുടെ റുമാലി റോട്ടി അല്ലെങ്കിൽ പൊറോട്ടയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ റുമാലി റോട്ടിയാണ് ഓർഡർ ചെയ്തത്. നല്ല സോഫ്റ്റായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. സംഭവം നൈസായിരുന്നു. പിന്നെ ഡിപ്പാണെങ്കിലും മയണൈസ് ആണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നമ്മുടെ നോർമൽ അൽഫാമിൽ ഓരോ ചീസ് സ്ലൈസ് വെച്ചിരിക്കണു, അത്രയേ ഉള്ളൂ. ചീസ് അൽഫാം എന്ന് പറയുമ്പോൾ എനിക്ക് വേറെ പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റി ഒന്നും ഫീൽ ചെയ്തില്ല. അങ്ങനെ ദേവു പതുക്കെ അൽഫാമൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ ഫുഡും പുള്ളിക്കാരി അങ്ങനെ ഫുള്ള് കഴിക്കുക അങ്ങനെയൊന്നുമില്ല. അവർക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ പിള്ളേരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ അൽഫാം കണ്ട സന്തോഷത്തിൽ ദേവൂട്ടി അൽഫാമൊക്കെ കഴിച്ചു തുടങ്ങി. ഞങ്ങളും കുറേശ്ശെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് ദേവു കാണിക്കുന്ന ഒരു ആവേശം അല്ലാണ്ട് എടുത്ത് വെക്കുന്നത് മുഴുവൻ കഴിക്കുന്ന അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങളും കുറേശ്ശെ എടുത്ത് ടേസ്റ്റ് ചെയ്തു. അപ്പം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മളുടെ ഈ അൽഫാമിന് മാത്രം സ്പെഷ്യലൈസ് ചെയ്തിരുന്ന ഷോപ്പുകളിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന അൽഫാമിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അത്രയും ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല, എന്നാലും നൈസായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉള്ളത് നമ്മൾ പാഴ്സൽ വാങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകം എടുത്ത് പറയണ്ടല്ലോ, നമ്മുടെ എല്ലാവരെയും പ്ലേറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി കേട്ടോ. വേറെ എങ്കിലും കയറാനൊന്നും നിന്നില്ല. ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ അവരൊരു ചെറിയൊരു പ്ലേ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ടാണ് ഈ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യരുതെന്ന് പറയുന്നതല്ലേ അവർ ചെയ്യുള്ളൂ. അത് കാരണം തുള്ളലേടി എന്ന് പറഞ്ഞിട്ട് അത് ഒന്നും അനുസരിക്കാണ്ട് നല്ല രീതിയിൽ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ വന്നിട്ട് പിന്നെ എനിക്ക് വയറുവേദന എടുക്കണേന്ന് പറഞ്ഞിട്ട് രാത്രി നല്ല ബഹളമായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.